സംസ്ഥാന സ്കൂൾ കലോത്സവം അതിവിപുലമായി കവർ ചെയ്ത് പ്രേക്ഷകരിലെത്തിക്കാൻ നമ്മൾ എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ടീം സജ്ജമാണ്. അനന്ത കലാപുരി എന്നാണ് നമ്മളിതിനെ പേരിട്ടിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് അതിർത്തിയിൽ ഏറ്റുവാങ്ങും. നാളെ പാലുകാച്ചൽ ചടങ്ങോടെ സ്കൂൾ കലോത്സവത്തിൻ്റെ കലവറ പ്രവർത്തനം ആരംഭിക്കും. നിങ്ങൾക്കറിയാം, 30,000 കുട്ടികൾക്കൊക്കെ ഒരേ സമയം ഈ ഭക്ഷണം നൽകാൻ കഴിയുന്ന രീതിയിലാണ് ഈ കലവറ പ്രവർത്തിക്കുക. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവമാണ് ഇത്. മറ്റന്നാളാണ് 63ാമത് സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. 4-ാം തീയതി വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യപ്പെടും. പ്രധാന വേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട്. ഉമേഷിൻ്റെ ബാല്യകാലത്തേക്കൊക്കെ മടങ്ങിപ്പോകുന്ന രീതിയിലുള്ളൊരു കലോത്സവം തുടങ്ങാൻ പോകുന്നു. പറയൂ ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്കെൻ. എന്തായാലും വലിയ ബാല്യകാല ഓർമ്മകളെല്ലാം ഉണ്ട് എല്ലാവർക്കും ഉള്ളതുപോലെ. എന്തായാലും ആ ഓർമ്മകളിലേക്കെല്ലാം തിരുവനന്തപുരം വീണ്ടും മടങ്ങിപ്പോവുകയാണ്. ഇതാണ് പ്രധാന വേദി, സെൻട്രൽ സ്റ്റേഡിയം. അതായത് സെക്രട്ടേറിയറ്റിന് പിറകിലേക്ക് വരുന്ന ഈ സെൻട്രൽ സ്റ്റേഡിയം, ഇവിടെയാണ് പ്രധാന വേദി ഒരുക്കുന്നത്. ഏറ്റവും വലിയ വേദി ഇത് തന്നെയാണ്. ആധുനിക ക്രമീകരണങ്ങൾ, മന്ത്രിയുടെ വാക്ക് കടമെടുത്താൽ കൊടുങ്കാറ്റടിച്ചാൽ പോലും ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയ ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിക്കുന്ന പ്രധാന വേദിയാണ്. ഈ പ്രധാന വേദിയിൽ ഏറ്റവും പ്രധാന ഐറ്റം, അതായത് ഉദ്ഘാടന ചടങ്ങ്, സമാപന ചടങ്ങുമെല്ലാം ഇവിടെ തന്നെയായിരിക്കും. ഇവിടെ തന്നെയാണ് മീഡിയ പവലിയൻ അടക്കമുള്ളവ. ഒപ്പം പ്രധാന നൃത്ത ഇനങ്ങൾ, ഗ്രൂപ്പ് ഇനങ്ങളെല്ലാം ഇവിടെ തന്നെയായിരിക്കും നടക്കുക. ഇവിടെ ഈ വേദിയിൽ തന്നെ മറ്റ് ഗ്രീൻ റൂമും അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഫാനെല്ലാം ഒരുക്കി, ഫാനും ചൂട് പോലും അടിക്കാത്ത രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കസേരകളെല്ലാം അറേഞ്ച് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി കസേരകൾ കുറച്ചു ബാക്കിലൂടെ മാത്രം ഇടാനുള്ളൂ. അതെല്ലാം എത്തിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ഇതിൻ്റെ എല്ലാ നിർമ്മാണവും പൂർത്തിയാക്കി. സുരക്ഷാ പരിശോധന, കാരണം മറ്റന്നാൾ ഉദ്ഘാടനം നടത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നാളെ സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടി ഈ വേദി കൈമാറണം. അത് മറ്റന്നാൾ നടക്കും. നാളെ സുരക്ഷാ പരിശോധനകൾക്കെല്ലാം ശേഷം മറ്റന്നാളാണ് ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കുക. 25 വേദികളുണ്ട്. ഈ വേദിക്ക് ആദ്യം പേര് നൽകിയിരുന്നത് ഭാരതപ്പുഴ എന്നാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ MGയുടെ ോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നിള എന്ന പേര് മാറ്റുകയാണുണ്ടായത്. ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികൾ, അതായത് അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിള നദിയാണ് എനിക്കിഷ്ടം എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വരികൾ ഈ വേദിയിൽ ആലേഖനം ചെയ്യും. ഒരുപക്ഷെ ഏറ്റവും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇത് ആലേഖനം ചെയ്യാൻ സാധ്യതയുള്ളത്. എന്തായാലും വലിയ വേദി, ഇതുവരെ കാണാത്ത മികച്ച ടെക്നോളജിയോട് കൂടിയ വേദി. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ കൊടുങ്കാറ്റടിച്ചാൽ പോലും അനക്കമുണ്ടാകാത്ത രീതിയിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടുള്ള വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് 25 വേദികളും നിർമ്മാണം അവസാന ഘട്ടത്തിൽ തന്നെയാണ്. അത് ഇന്നത്തോടു കൂടി തന്നെ പൂർത്തിയാകും. എല്ലാ വേദികളുടെയും നിർമ്മാണം ഇന്നത്തോടു കൂടി തന്നെ പൂർത്തിയാകും. ഇതുപോലത്തെ ഏറ്റവും സുപ്രധാനമായ മറ്റൊരു സ്ഥലമാണ് കലവറ. നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയാണ്, അതായത് കിഴക്കേക്കോട്ടയിലാണ്. കിഴക്കേക്കോട്ടയിൽ പുത്തരിക്കണ്ടം മൈതാനത്താണ് കലവറ വരുന്നത്. ഇവിടെ നിന്ന് പ്രധാന വേദിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിലധികം സഞ്ചരിക്കണം. പക്ഷേ കൂടുതൽ തിരക്ക് ഇല്ലാത്ത രീതിയിൽ ക്രമീകരിക്കും എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത്. എന്തായാലും ക്രമീകരണങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്നത്തോടു കൂടി പ്രധാന വേദിയുടെ നിർമ്മാണം പൂർത്തിയാക്കി സുരക്ഷാ പരിശോധനയ്ക്ക് ഈ വേദി കൈമാറുകയും ചെയ്യും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.